സുഹൃത്തുക്കളെ, കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നാട്ടോ. ഞാൻ ഇരുമ്പുചോല കുളപ്പുറം ഭാഗത്താണുള്ളത്. അപ്പോൾ ഇവിടെ ഒരു അത്യാവശ്യമായിട്ട് കാണിക്കേണ്ട ഒരു വീഡിയോ ആണ്. ഇപ്പോഴും ഞാൻ നോക്കുമ്പോൾ വണ്ടി നമ്മളെ സ്ക്രീനിലൂടെ അങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ ഓപ്പണായ ഒരു റോഡല്ല. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനായിട്ടെന്ന് വന്നത്. അപ്പോൾ അതിൻ്റെ ഫുള്ള് വിവരം ഈ ഒരു വീഡിയോയിലുണ്ട്. നമ്മൾ എന്താണ് വീഡിയോ ചെയ്യാത്തത്, ഇന്ന് എന്തിനാണ് വീഡിയോ ആയിട്ട് വന്നത് എന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോയിലുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന ഒരു സ്ഥലം വിക്കേപ്പടി ഭാഗമാണ്. വിക്കേപ്പടി ഭാഗത്ത് സർവീസ് റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ഭാഗത്ത് വണ്ടി ഓടുന്നില്ല, പക്ഷേ ഈ താഴത്തെ റോഡിലൂടെ വാഹനം ഓടുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ ചോലക്കൽ ഭാഗത്തു നിന്ന് കയറിയിട്ട് മമ്പുറം റോഡ് അണ്ടർപാസിൻ്റെ മുകളിൽ പോയിട്ട് തിരിച്ചു വരുന്ന വാഹനങ്ങളാട്ടോ ആ കാണുന്നതൊക്കെ. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഇരുമ്പുചോലയിലാണ്. ഇരുമ്പുചോല ഈ ഒരു സ്ഥലത്തുനിന്ന് നേരെ വണ്ടികൾ ആരെങ്കിലും നാട്ടിലുള്ള ആരെങ്കിലുമൊക്കെ ഇവിടെ പോയാൽ ഈ ഒരു ഭാഗത്തുനിന്ന് യൂട്ടൺ അടിക്കാനുള്ളൊരു സൗകര്യമുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് യൂട്ടൺ അടിക്കാനും വേണ്ടിയിട്ട് വാഹനങ്ങൾ കയറുമ്പോൾ ഇപ്പോൾ ഈ ഒരു വാഹനം കണ്ടോളിട്ടോ, അതാ ഇൻഡിക്കേറ്റർ ഇട്ടു തിരിയാണ്. ഇവിടെ വന്നിട്ട് യൂട്ടൺ അടിച്ചിട്ട് തിരിച്ച് വരുന്ന ഒരു ഭാഗം കാണിച്ചു തരാം. ആദ്യം ഇത് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതാ ആ ഒരു കാറ് യൂട്ടൺ അടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. യൂട്ടൺ അടിച്ച് വന്നതിൻ്റെ ശേഷം ഇനി ഇങ്ങനെ പോയിട്ട് അവിടെ അപ്പുറത്തേക്ക് ഇവിടെ കാണുന്ന ഈ ഒരു കട്ടിങ്ങിലേക്ക് ചാടാനാണ് ഈ ഒരു വണ്ടി വന്നത്. ഇവിടെയാണ് ഫാൾട്ട് പറ്റുന്നത് മറ്റുള്ളവർക്കൊക്കെ. ഇതുപോലെ മാറിപ്പോകുന്ന വാഹനങ്ങൾ ഇപ്പോൾ ആ ഇന്നോവ കയറിയതുണ്ടെങ്കിൽ ഈ ഇന്നോവ കയറിയപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ട് എല്ലാ വാഹനങ്ങളും ഇങ്ങോട്ട് കയറി. ഇനി ഇവിടുന്ന് ഇത് തിരിച്ചു വരുന്ന ഒരവസ്ഥ. ഇത് 1, 2 എന്നല്ല കേട്ടോ, ഒരുപാട് വണ്ടികളാണ് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും അങ്ങോട്ട് പോവില്ല കേട്ടോ. അതാണ് പോവില്ല, ഇതൊന്നും അങ്ങോട്ട് പോകുന്ന വണ്ടികളല്ല. ഇവരൊക്കെ നട്ടം തിരിഞ്ഞ് നടക്കുക കേട്ടോ. അപ്പോൾ ഒക്കെ ഇവിടെ അങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത് ഈ വണ്ടികളൊക്കെ. അപ്പോൾ എൻ്റെ മാന്യ യാത്രക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കുളപ്പുറത്ത് ഇങ്ങനെ ഒരു പതിവ് കാഴ്ചകൾ നടക്കുന്നുണ്ട് കേട്ടോ. വാഹനങ്ങളൊക്കെ അതാ തിരിക്കണം കേട്ടോ. എല്ലാ വാഹനങ്ങളും ഇങ്ങോട്ട് തിരിച്ച് വരികയാണ്. ഒരുപാട് ആളുകളാണ് ഇതിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിപ്പോൾ KNRCനും നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ അങ്ങനത്തെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഇവിടെ യൂട്ടൺ അടിക്കുന്നുണ്ട്. ഇതുപോലെ ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്. ആ കട്ടിങ്ങിലൂടെ യൂട്ടൺ അടിക്കാനാണ് നമ്മുടെ നാട്ടിലുള്ള വാഹനങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നേരെ പോകുന്ന യാത്രക്കാർ വന്നിട്ട് ഒരുപാട് ആളുകൾ പെട്ടു. ഇപ്പോൾ നമ്മളൊരാളോട് പറഞ്ഞു ഒരു തിരിച്ചു പോന്നു. ഇതൊക്കെ ഈ വരുന്ന വാഹനങ്ങൾക്ക് ബാക്കിൽ വരുന്ന വാഹനങ്ങളാട്ടോ. അപ്പോൾ ഈ വണ്ടികളൊന്നും അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, അവിടെ വർക്ക് നടക്കുകയാണ്. അതായത് നമ്മുടെ മമ്പുറം റോഡ് അണ്ടർപാസിൻ്റെ മുകളിലുള്ള ജോയിൻറ്റ് കട്ട് ചെയ്യുന്ന വർക്കുകളാണ് നടക്കുന്നത്. ഇത് ഓപ്പൺ ആയിട്ടുള്ള ഒരു റോഡല്ല കേട്ടോ. ഇതാണ് ഈ വാഹനങ്ങളൊക്കെ തിരിച്ച് നേരത്തെ പറഞ്ഞ വണ്ടി അതാ അവിടെ നിന്ന് തിരിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ ഓടി വരുന്നുണ്ട് കേട്ടോ. കണ്ട 3 കാറുകൾ തിരിച്ചു വരുന്നുണ്ട്. ഇതാ വണ്ടി തിരിക്കുന്നു, ഇവിടെയുള്ള വണ്ടി തിരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട വണ്ടികൾ ഈ വണ്ടീൻ്റെ ബാക്കിൽ, ഇപ്പോൾ ഈ തിരിച്ച വണ്ടീൻ്റെ ബാക്കിലായിട്ട് നേരത്തെ കണ്ട വണ്ടികൾ മുഴുവനായിട്ട് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇവരൊക്കെ അവിടെ പോയിട്ട് ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോകാൻ കഴിയാതെ വരുന്ന വണ്ടികളാണ് ഈ വണ്ടികളൊക്കെ. കണ്ടില്ല, ഇനി നമ്മൾ ഇവിടുന്ന് ഇരുമ്പുചോല ഭാഗത്തുനിന്ന് ഇനി നേരെ മമ്പുറം റോഡ് അണ്ടർപാസിൻ്റെ മുകളിലേക്കാണ് പോകുന്നത്. അതായത് നിലവിൽ NH 66 വർക്ക് നടക്കുന്ന സ്ഥലത്തു കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇവിടെ നിലവിൽ സർവീസ് റോഡിൽ മാത്രമേ ഇപ്പോൾ വാഹനങ്ങൾ കടത്തി വിടുന്നുള്ളൂ. ഇപ്പോൾ എന്താണ് അവിടെ വർക്ക് നടക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യം ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു കുറഞ്ഞ സ്ഥലത്തെ ഫിനിഷിങ് കണ്ടാണ് അവിടുന്ന് ആളുകൾ കയറുന്നത്. ഇവിടെ ചെല്ലുമ്പോൾ ഈ ഒരു കട്ടിങ്ങിലോ ഇവിടുന്ന് യൂട്ടൺ അടിക്കാനാണ് നമ്മുടെ ഈ നാട്ടിലുള്ളവർ താൽക്കാലികമായിട്ട് ഇവിടെ ഈ ഒരു കട്ടിങ്ങിൽ യൂട്ടൺ അടിക്കാനാണ് വരുന്നത്. അപ്പോഴേക്കും മറ്റുള്ള വാഹനങ്ങൾ അറിയാതെ ഇത് ക്ലിയർ ആയിട്ടുള്ള റോഡാണെന്ന് കരുതിയിട്ടാണ് ഇതിൻ്റെ ബാക്കിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ റോഡ് ഈ ഒരു രീതിയിലാണ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇരുമ്പുചോല ആ തോടിൻ്റെ മുകളിലുള്ള പാലത്തിൻ്റെ ഭാഗത്താണുള്ളത്. അപ്പോൾ ഇവിടെ വർക്കുകളൊക്കെ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. ഇവിടെയൊക്കെ വർക്കുകൾ നടക്കുകയാണ്. സെൻറ്ററിലുള്ള ഡിവൈഡർ വെക്കാനുണ്ട്, ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ 2 സൈഡിലായിട്ട് കാണുന്ന സ്ഥലമാണ് വിക്കേപ്പടി. ഞാൻ പോകുന്നത് കോഴിക്കോട് ഭാഗത്തേക്കുള്ള സൈഡിലാണ്. 2 സൈഡിലായിട്ട് കാണുന്ന സ്ഥലമാണ് വിക്കേപ്പടി. വിക്കേപ്പടി താഴ്ചയിലേക്ക് മെയിൻ റോഡ് മാന്തി കൊണ്ടുവന്നതാണ്. ഇപ്പോൾ നമ്മൾ അണ്ടർപാസിൻ്റെ മുകളിൽ എന്ത് വർക്കാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത് എന്നൊന്ന് പോയി നോക്കട്ടോ.
അവിടെ എഞ്ചിനീയർമാരുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ എന്ത് വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. എത്തിയ സ്ഥലം മമ്പറം റോഡ് ജംഗ്ഷൻ കേട്ടോ. ഇതാണ് മമ്പറം റോഡ്. മമ്പറം റോഡിൻ്റെ ആ ഒരു അണ്ടർപാസിൻ്റെ മുകളിൽ ഇതങ്ങനെ നമുക്കുള്ള ജോയിൻറ്റ് കട്ടിങ് കേട്ടോ. അണ്ടർപാസിൻ്റെ മുകളിൽ ജോയിൻറ്റ് കട്ട് ചെയ്യുന്ന ഫില്ല് ചെയ്യുന്ന വർക്കുകളാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജോയിൻറ്റിൻ്റെ വർക്കുകളൊക്കെ നമ്മൾ കാണിച്ചതായിരുന്നു ഇന്നാൾ പഠിക്കലത്ത്. ഇതുപോലെയാണ് ജോയിൻറ്റ് വർക്കുകളൊക്കെ ചെയ്യുന്നത്. ആ കാണുന്ന സ്ഥലമായിട്ട് അരീത്തോട് ഭാഗമാണ് ആ കാണുന്നത്. ജനറേറ്ററിന് നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ജോയിൻറ്റ് കട്ട് ചെയ്ത് റെഡിയാക്കി ജോയിൻറ്റ് ഫില്ല് ചെയ്താണ് ഇവിടെ കണ്ടത് കേട്ടോ. ഇത് കണ്ടോ, നമ്മളെ ജോയിൻറ്റ് ഫില്ല് ചെയ്യുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അവിടെ വർക്ക് നടക്കുന്ന ഭാഗമാണ് മറ്റേ സൈഡ് ഞാൻ കാണിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് നമ്മുടെ വാഹനങ്ങളൊക്കെ യൂട്ടേൺ അടിച്ച് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വരുന്നത്. ഈ ഒരു വർക്ക് കൂടി കഴിഞ്ഞാൽ ഇതിൽ വഴി കയറിയാലും നമ്മുടെ വലിയ പറമ്പ് ഭാഗത്ത് റോഡ് ജോയിൻ്റ് ആയിട്ടില്ല. അത് കാരണം നമുക്ക് അവിടേക്കും പോകാൻ പറ്റില്ല കേട്ടോ. ഇതാണ് മമ്പറം റോഡ്. മമ്പറം റോഡിൻ്റെ PWD റോഡാണ്. ആ റോഡിൻ്റെ അണ്ടർപാസ്സാണ് ഈ മമ്പറം റോഡ് ജംഗ്ഷനിലുള്ളത്. അപ്പോൾ നമ്മുടെ KSRTCയും ലിമിറ്റഡൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഒരു സൈഡ് മമ്പറം റോഡ് ജംഗ്ഷന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന, തൃശ്ശൂർ ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സൈഡാണ് കേട്ടോ. അടിപൊളിയായിട്ട് ഇങ്ങനെ അരീത്തോട് ഭാഗം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ ലൈറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ജോയിൻറ്റ് ഫില്ല് ചെയ്യുന്ന വർക്കുകൾ നടക്കുകയാണ്. അതും കൂടി കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം വർക്കുകളൊക്കെ കഴിഞ്ഞു. പിന്നെ സൈഡ് ഡിവൈഡർ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഫില്ല് ചെയ്ത് റെഡിയാക്കാനുണ്ട്. അത്രയും കുറഞ്ഞ ഫിനിഷിംഗ് വർക്കുകളാണ് കൊളപ്പുറം ടു വലിയ പറമ്പ് വരെയുള്ള ഭാഗത്ത് നടക്കുന്നത്. വലിയ പറമ്പിൽ തലവെട്ടി ഭാഗത്ത് കുറച്ച് ഭാഗം ജോയിൻറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ഒരു വീഡിയോ നമ്മളെ നാട്ടിൽ തന്നെയാണ് കേട്ടോ ഇന്ന് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വീഡിയോ വല്ലാതെ ചെയ്യലില്ല. ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു ഭാഗത്തു നിന്ന് വിട്ടു പോകാൻ പറ്റില്ല. എനിക്ക് ജോലി സംബന്ധമായിട്ട് നമ്മളെ ഏരിയയിൽ തന്നെ നിൽക്കൽ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഡ്രൈവറാണ്. അപ്പോൾ ഡ്രൈവർ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെയാണ് നടക്കുള്ളൂ. കൂടുതലായിട്ട് മറ്റെവിടേക്കും പോകാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത്. കിട്ടുന്ന സമയത്ത് വീഡിയോ ചെയ്യും. ചെയ്യുന്നത് നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് വീഡിയോ ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. സമയമില്ല എന്നുള്ള ഒരു പ്രശ്നം മാത്രമാണ്. വീഡിയോ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു 8 മിനിറ്റ് 10 മിനിറ്റിൻ്റെ വീഡിയോ എനിക്ക് ഇട്ട് തരണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 1.5 മണിക്കൂർ ഞാൻ അതിന് മാറ്റി വെക്കണം. അപ്പോൾ എൻ്റെ ജോലിൻ്റെ ഇടയിൽ ആ ഒരു 1.5 മണിക്കൂർ പകൽ സമയത്ത് ക്യാമറയ്ക്ക് ക്ലിയർ കിട്ടുന്ന സമയത്ത് നമുക്കത് ചെയ്യാൻ കഴിയാത്തതാണ് നമ്മളെ പ്രശ്നം. അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ കുറേ ഫ്രീ ടൈം കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ലല്ലോ, നമുക്ക് ഈ വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കേട്ടോ, അപ്പോൾ ചെയ്യുന്ന വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. മാക്സിമം വീഡിയോ ചെയ്യാൻ ശ്രമിക്കും. പിന്നെ റണ്ണിങ്ങിൽ അവിടെ ഇവിടെ എത്തുമ്പോഴൊക്കെ ഉള്ള ഗ്യാപ്പിൽ ഷോർട്സൊക്കെ ഇട്ടുകാണ്ട് എന്തായാലും നിങ്ങളെ മുന്നിലേക്ക് ചെറുതായിട്ടെങ്കിലും എത്തിക്കാൻ ഇനി മുതൽ ശ്രമിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, കഴിയുന്നതിൻ്റെ പരമാവധി നമ്മൾ ഉഷാറാക്കിയാണ് വീഡിയോ ഇടാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കമൻറ്റുകളൊക്കെ വരാനുണ്ടാവും. എന്തായാലും ഞാൻ പ്രതീക്ഷിക്കണം. ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.